ഗൈസ് ഞങ്ങളിപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിട്ടാണ്. ഞങ്ങള് മണിയിലോട്ടുണ്ട്. അതെ ഹായ് ഗൈസ്, എന്താ പറയാനുള്ളത്? കൊട്ടിയൂർക്ക് നല്ല അനുഭവമാണ്. പണി തെറ്റി. ഞങ്ങള് ഏത് വഴിക്ക് പോയിട്ട് പറഞ്ഞേ ഇപ്പൊ എവിടെ തെറ്റിയ ക്ഷേത്രം. ക്ഷേത്രം ഞങ്ങൾ അക്കര ക്ഷേത്രത്തിലാണ് ഇപ്പൊ തൊഴുത്. ഇനിയിപ്പോ ഇക്കരയിൽ തൊഴാൻ പോവാണ്. അതക്കരെ അങ്ങനെ പോയത്. അങ്ങനെ പോയത് സാധനങ്ങൾ വാങ്ങണമെന്ന് ആലോചിച്ച് നടക്കുന്നുണ്ട്. പിള്ളേരുണ്ട്, ഇതാ പിള്ളേര്. ഇതാ മിതോട്ടെ നമ്മുടെ ഒപ്പം ഉണ്ട്. മിതോട്ടെ ഈ അമ്പലത്തിനോട് എന്താ പറയുന്നത്? ഞാൻ ആദ്യമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെല്ലാരും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ഓട്ടോ വന്നിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം. അല്ലാതെ അറിയാന്നാണ് വിചാരം, പക്ഷെ ഒന്നും അറിയില്ല. അല്ലാതെ അറിയാന്ന് വിചാരിച്ചു നിങ്ങളെ കൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ടിട്ട് വഴി തെറ്റിപ്പിച്ചു. ഒരു കുട്ടിയുണ്ട്, സുരേഷന്റെ കുട്ടി. രാഹുലിന്റെ അമ്മ അവിടെ ഉണ്ട്. രാഹുലിന്റെ അമ്മോട് ചോദിക്കാം എങ്ങനെ അമ്പലത്തിന്റെ എന്താ അഭിപ്രായം? രാഹുല് ഗൈസ് ഞങ്ങള് കൂട്ടം തെറ്റി. ഞങ്ങൾ രണ്ടാളും മാത്രം കൂടെ വന്ന രണ്ടുപേരെ കാണാനില്ല. രണ്ടുപേരല്ലേ നമ്മളാണ് കാണാത്ത. രണ്ടുപേരല്ലേ, ഞങ്ങൾ രണ്ടുപേരെന്നാണ് അവർക്ക് കാണാത്തത്. തെറ്റി പറഞ്ഞതാ. ഞങ്ങളിപ്പോ നടക്കാണ്. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല. ഇവിടെ റേഞ്ചും ഇല്ല. ആകെ പെട്ട്. ഓക്കെ ഇവിടെ നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓടപ്പൂകളൊക്കെ ഉണ്ട്. കണ്ടാ ചേട്ടൻ ശശിയെ വിളിക്കുന്നത് നമ്മളെ തോന്നുന്നുണ്ടല്ലേ? എന്തൊരു ഭയത്തിന് ഇവിടെ മണീനെ കിട്ടിയില്ല. ഞങ്ങൾക്ക് മണി ഒറ്റയ്ക്ക് പെട്ടെന്ന് എടുക്കാന്ന്. ഗൈസ് ഞങ്ങളിതാ കുട്ടികളാണ്. ഇതിപ്പോ ഓടപ്പൂവാണ്. ഓടപ്പൂവിന്റെ സൈഡാണ് ഈ കാണുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്. പല റേറ്റിന്റെയാണ് ഉള്ളത്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല മഴയാണ് പെയ്യണത്. അപ്പൊ ഞങ്ങള് 12 ഓടപ്പുഴ മേടിച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് തരാൻ വേണ്ട ആള് വീണ്ടും പറ്റിക്കും. ആള് വന്ന് പറഞ്ഞ അപ്പൊ മഴ പെയ്യുന്നുണ്ട്. ആ ഗൈസ് അങ്ങനെ ഞങ്ങള് ഓടപ്പൂ വാങ്ങി. ഓടപ്പൂ ഒരു കുട്ടീനെ എന്താ പറയാ ലാളിക്കണ പോലെയാണ് ഓടപ്പൂവിനെ ലാളിക്കണേ. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ വണ്ടി കാത്തിക്കുക അല്ലേ മണിയേട്ടാ? വണ്ടി കാത്തിരിക്കണം. അടുത്ത അമ്പലം മൃദംഗ ശൈലേശ്. ശരി. കുഞ്ഞൻ എന്താ പറയാനുള്ളത്? അതിനെന്താ പറയാനുള്ളത്? ഇവിടുത്തെ ഭക്ഷണം ചായ എങ്ങനെയുണ്ട്? ചായ നല്ല ചായയാണ്. ചോറ് എങ്ങനെ കിട്ടുന്നാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ചോറ് ചായ അങ്ങനത്തെ ചിന്ത മാത്രമല്ലോ. അങ്ങനെ സാറിനെന്താ പറയാ? ആൾക്കൊന്നും പറയില്ല. ആള് മേക്കപ്പ് ചെയ്തിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കണം. നല്ലുണ്ട്. ഇതേട്ടനെ കണ്ടുപിടിക്കട്ടെ. ഇതേട്ടാ ഓടപ്പൂ വാങ്ങിയില്ലേ? ഓടപ്പൂ മേടിച്ചു. എങ്ങനെയുണ്ട് ഓടപ്പൂ? നല്ലതാണ്. നല്ല ഐശ്വര്യമാണ്. ഇതിൽ കുറച്ച് ജ്യോതിഷപരമായ അത് പിന്നെ റിസർച്ച് ചെയ്യാണ്. ഞാൻ കേട്ടപ്പോ അടുത്ത വ്ളോഗിൽ പറയാം. വണ്ടിയിൽ കയറിയിട്ട് ഞാൻ അടുത്ത അമ്പലത്തിലെത്തി കാണാം. അപ്പോൾ ബൈ. കൊട്ടിയൂർന്ന് ബൈ പറയണേ ഞങ്ങള്. പിന്നെ ഒരു കാര്യം പറയാൻ ഇവിടെ എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അല്ലേ? നല്ലൊരു മസ്റ്റ് വാച്ചബിൾ പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു എന്താ പറയാ ഇതോടെ പറഞ്ഞോടത്തെ മൂട് അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് കാണേണ്ടല്ലേ കാണുന്നത്. അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ മൃദംഗ ശൈലേശ് ക്ഷേത്രത്തിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഒരു നീണ്ട ഉറക്കത്തെ ഞങ്ങൾ വന്ന് അറിയിരിക്കുന്നത്. എല്ലാവരും ചെറിയതായിട്ടൊരു ഉറക്കത്തിലാണ്. കുഞ്ഞൻ സമ്പൂർണ്ണമായിട്ട് ഉറക്കത്തിനും പൂർണ്ണമായിട്ടില്ല. അതിന്റെ അച്ഛനാണ് അവൻ. നല്ലൊരു പിരാക്കിന് മൊത്തം ഫുൾ ഉറക്കത്തിന്റെ ക്ഷീണമാണ്. അപ്പൊ അമ്പലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. എപ്പോഴും പുതിയ അമ്പലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണികള്
അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് വരാം. ശരിട്ടാ. ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര. അപ്പൊ ഞങ്ങള് അടുത്ത അമ്പലത്തേക്ക് പോകാൻ നോക്കുകയാണ്. പറശ്ശിനിക്കടവിലേക്കാണ് നമ്മള് പോണത് അല്ലേ? അപ്പൊ മുത്തപ്പൻ കണ്ടിട്ട് ഇനി അടുത്ത് അവിടെ എത്തിയിട്ട് ഞങ്ങള് ബാക്കി പറയാം. ഓക്കെ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. നമ്മള് സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും വിശപ്പൊക്കെ മാറിയിട്ടിരിക്കണം. ഇപ്പോൾ വളരെ വിശന്നിട്ട് വന്നിരുന്നത്, പക്ഷെ വിശപ്പൊക്കെ മാറിപ്പോ ആൾക്കാരെ കണ്ട കാരണം ഒരു മുത്തപ്പന്റെ സന്നിധിയിലെത്തിയപ്പോൾ മുത്തപ്പന്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് കിട്ടുന്നു തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു ഊർജ്ജത്തിലാണ് നിൽക്കുന്നത്. ഇനി മുത്തപ്പനെ കണ്ണിലെ നമുക്ക് അതിന്റെ പരിപൂർണത വരുന്നു. ഞങ്ങളിപ്പോ മുത്തപ്പന്റെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഞങ്ങള് പറശ്ശിനിക്കടവില് ബോട്ടിങ്ങിന് കയറാൻ നോക്കുകയാണ്. ബോട്ട് യാത്രയിൽ പടയ്ക്കാം അല്ലേ? ഇതൊക്കെ ബോട്ട് യാത്ര പടയ്ക്കാം. ഞങ്ങളിതാ ബോട്ട് ഗൈസ്, അപ്പോൾ ഞങ്ങളിതാ ഈ വരുന്ന ബോട്ടിലാണ് കയറാൻ പോകുന്നത്. നല്ല ഫുഡൊക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ. ഓരോരുത്തരും ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ്. പിന്നെ ഈശ്വരനെ പേടിക്കാൻ പാടില്ല.